ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാവരും കൂടി ഒന്നു ചേർന്ന് ജിൻഡോയ്ക്കെതിരെ നാറിയ ഗെയിം പ്ലാൻ കൊണ്ടുവരുന്നു. ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടി ഒരു പുതിയ കാർഡുമായിട്ടാണ് ഇവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതാദ്യം തുടക്കം കുറിച്ചത് ഗബ്രിയാണ്. ജിൻഡോയുടെ ടച്ച് ശരിയല്ല, അത് ജിൻഡോയ്ക്കെതിരെ ലൈംഗിക അതിക്രമണം എന്ന പേരിലാണ് ആദ്യം ഗബ്രി തുടക്കം വിട്ടത്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ വനിതാ മത്സരാർത്ഥികൾ കൂടി വന്നിരിക്കുകയാണ്. വളരെ മോശപ്പെട്ടൊരു രീതിയിലുള്ള ഗെയിമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേരും പറഞ്ഞ് തമിഴിലൊക്കെ ചിലർ പുറത്തായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജിൻഡോയെയും പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നാറിയ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ രതീഷിനെതിരെ ഇതുപോലൊരു ആരോപണം വന്നിരുന്നു. അങ്ങനെ രതീഷ് വോട്ടിൻ്റെ കുറവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോയി എന്ന് പറയുന്നു. ആ ആഴ്ചയിൽ നന്നായി ഗെയിം കളിച്ചത് രതീഷ് തന്നെയായിരുന്നു. വെറുപ്പിക്കുന്ന ഗെയിമാണ് കളിച്ചിരുന്നെങ്കിലും കളിച്ചത് രതീഷ് തന്നെയായിരുന്നു. രണ്ടാം ആഴ്ചയിൽ റോക്കി നന്നായി ഗെയിം കളിച്ചു. റോക്കി അടിയുടെ പേരിൽ പുറത്തു പോകുന്നു. അതിൻ്റെ വിക്ടിമായിട്ട് സിജോയും പുറത്തു പോകുന്നു. അങ്ങനെ ആദ്യത്തെ 3 ആഴ്ചയിൽ തന്നെ നല്ലോണം ഗെയിം കളിച്ച 3 പേര് പുറത്തു പോകുന്നു. ഇപ്പോൾ തമ്മിൽ ഭേദം എന്ന് പറയുന്ന പോലെ അവിടെ നന്നായി ഗെയിം കളിക്കുന്ന ജിൻഡോയാണ്. ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടി നാറിയ കളിയാണ് ഇപ്പോൾ അവിടെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വനിതാ മത്സരാർത്ഥികൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന കാർഡ് വളരെ നാണം കെട്ടൊരു കാർഡാണ്. ജിൻഡോ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. കാരണം അവിടെ അത്രയും ക്യാമറ ഉണ്ടെന്ന് ജിൻഡോയ്ക്ക് അറിയാം. അതുപോലെ തന്നെ അയാളൊരു ട്രെയിനറാണ്. അയാൾക്കറിയാം എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയും മോശപ്പെട്ടൊരു കാർഡ് ആദ്യം ഇറക്കിയത് ഗബ്രിയാണ്. അതിനിപ്പോൾ സപ്പോർട്ടായി അവിടുത്തെ മത്സരാർത്ഥികളും കൂടി വരുന്നു എന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്.